താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഇപ്പോൾ 300ഓളം പേർക്കെതിരെയാണ് പോലീസ് എഫ്ഐആർ ഇട്ട് കേസെടുത്തിരിക്കുന്നത്. പോലീസുകാരും പ്രദേശവാസികളും അടക്കമുള്ള നിരവധി പേർക്ക് പരിക്കേറ്റ സംഘർഷത്തിൽ ഗുരുതരമായ വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഫ്രഷ് കട്ടിന് മുന്നിൽ നടന്നത് ആസൂത്രിത അക്രമം എന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. പഞ്ചായത്തുകളിൽ ഇന്ന് ഭാഗിക ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സമാധാനപരമായി ഫ്രഷ് കട്ടിന് മുമ്പിൽ സമരം ചെയ്തവരെ ക്രൂരമായി നേരിടുകയായിരുന്നു പോലീസ് എന്നും ഫ്രഷ് കട്ട് അടച്ചുപൂട്ടിയേ തീരൂ എന്നുമാണ് ഡോക്ടർ എം.കെ. മുനീർ എം.എൽ.എ. പറയുന്നത്. വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ടി അനീസ് അലി കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. അനീസ് അലി, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉണ്ടായത് അതീവ ഗുരുതരമായ ചില സാഹചര്യങ്ങൾ കൂടിയായിരുന്നു. നാട്ടുകാരെയൊക്കെ പോലീസ് വളരെ ക്രൂരമായി തന്നെ നേരിടുന്നു. അതേസമയം ഈ സമരക്കാരും തന്നെ അവിടെ ഫ്രഷ് കട്ടിലെ വാഹനങ്ങൾക്കൊക്കെ തീടുന്നു. അങ്ങനെ വലിയ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. അതിന്റെ ഒരു തുടർ നടപടി എന്നോണം കേസുമായി പോലീസ് മുന്നോട്ട് പോകുമ്പോൾ സമരക്കാർക്കെതിരെയാണ് പോലീസ് ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് എം.കെ. മുനീർ അടക്കമുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ഉണ്ടാവുക? ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഈ ഫ്രഷ് കട്ട് ഇതിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടോ? തീർച്ചയായും ജിൽസി സൈഫുദ്ദീൻ, ഈ 6 വർഷമായി തുടരുന്ന ഫ്രഷ് കട്ടിനെതിരായ സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നലെ ഉണ്ടായ സമരത്തോടുകൂടി ഇന്നലെ ഉണ്ടായ സമരം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ അക്രമാസക്തമാവുകയും വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്തു. പോലീസിൽ നിന്നും അതുപോലെ തന്നെ സമരക്കാരിൽ നിന്നുമായി നിരവധി പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. പോലീസിൽ 16 പേർക്ക് താമരശ്ശേരി SHO അതുപോലെ തന്നെ റൂറൽ SP അടക്കമുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കല്ലേറിലാണ് പരിക്കേറ്റിട്ടുള്ളത്. അതുപോലെ തന്നെ സമരക്കാരുടെ ഭാഗത്ത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾക്ക് അടക്കം നല്ല ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ ഫ്രഷ് കട്ടിന്റെ സ്ഥാപനത്തിന്റെ ഒരു ഭാഗം കത്തിനശിക്കുകയും 6ഓളം വാഹനങ്ങൾക്ക് തീയിടുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ സമരക്കാർ പറയുന്നത് ഇത്തരം ഒരു സമരം അക്രമത്തിലേക്ക് വഴിതിരിച്ചു വിട്ടതിന് പിന്നിൽ ആസൂത്രിതമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തങ്ങളല്ല തീ വെച്ചിട്ടുള്ളത്, തങ്ങൾ പോലീസിന്റെ ബാരിക്കേഡിന് പിറകിലായിരുന്നു. അതേസമയം പോലീസ് ആസൂത്രിതമായി സംഘർഷം ഉണ്ടാക്കുകയായിരുന്നു. തീവെപ്പിന് പിന്നിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നത് അറിയണം എന്നാണ് സമരക്കാരുടെ ഭാഗത്ത് നിന്ന് അവർ പറയുന്നത്. എം.കെ. മുനീർ അടക്കമുള്ള ഈ സ്ഥലം MLA അടക്കമുള്ള ജനപ്രതിനിധികളും ഈ കാര്യത്തിൽ മറ്റൊരു നിലപാട്, പോലീസിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. കാരണം 6 വർഷമായി ഈ മനുഷ്യരുടെ, നമുക്കറിയാം, ഈ ഫ്രഷ് കട്ടിനെതിരായ സമരം എന്നത് ഒരു ജെനുവിൻ ഇഷ്യൂ ആയിരുന്നു. അതൊരു ന്യായമായ സമരമായിരുന്നു. ഈ പ്രദേശത്തെ 400ഓളം കുടുംബങ്ങൾ വലിയ തരത്തിൽ ദുർഗന്ധം അതുപോലെ തന്നെ മാലിന്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അനുഭവിക്കുകയും 6 വർഷമായി സമാധാനപരമായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്നലത്തെ സമരത്തോടു കൂടി അത് മറ്റൊരു ദിശയിലേക്ക് മാറുകയാണ്. ഇപ്പോൾ ഇന്നലെ കണ്ണൂർ DIG യതീഷ് ചന്ദ്ര പറഞ്ഞിട്ടുള്ളത് ഇനി ഒരിക്കലും വഴി തടഞ്ഞുകൊണ്ടുള്ളൊരു സമരം ഇവിടെ അനുവദിക്കില്ല എന്നതാണ്. മാത്രവുമല്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ FIR പുറത്തു വന്നിട്ടുണ്ട്. 300ഓളം പേർക്കെതിരെ, കണ്ടാലറിയാവുന്ന 300ഓളം പേർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. അക്രമ സമരം, അതുപോലെ തന്നെ സ്വത്തുവകൾ നശിപ്പിക്കൽ, തീയിടൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ FIR-ൽ സൂചിപ്പിച്ചിട്ടുണ്ട്. യതീഷ് ചന്ദ്ര പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ആസൂത്രിതമായ അക്രമമായിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം മനുഷ്യ കവചമായി ഉപയോഗിച്ചുകൊണ്ട് ഒരു പറ്റം ആളുകൾ, നിക്ഷിപ്ത താല്പര്യക്കാർ ആസൂത്രിതമായി അക്രമം അഴിച്ചിടുകയായിരുന്നു എന്നതാണ് പോലീസിന്റെ വെർഷൻ. അതാണ് ഇന്നലെ യതീഷ് ചന്ദ്ര മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെയും ഈ പ്രദേശവാസികൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു സമരം അവരുടെ കൈവിട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് പ്രാഥമികമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം എന്നത് പോലെ തന്നെ ജിൽസി ഇത് എങ്ങനെ കൈവിട്ടു പോയി എന്നതിൽ കാര്യമായ ഒരു അന്വേഷണം വേണം.